2024 ജൂലൈ മാസത്തിലെ ആനുകാലികം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്നത് നീല പൊന്മാൻ്റെ പേരാണ് നീലു. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ വേദിയാകുന്ന നദി സെൻ നദി. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. 2024 ജൂലൈ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 82. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് 195 രാജ്യങ്ങൾ വിസയില്ലാതെ സന്ദർശിക്കാം. രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, ജപ്പാൻ എന്നീ 4 രാജ്യങ്ങൾ. 58 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സന്ദർശിക്കാൻ കഴിയുന്ന ഇന്ത്യൻ പാസ്പോർട്ട് 82ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 7 കേന്ദ്ര ബഡ്ജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. 6 ബഡ്ജറ്റ് അവതരിപ്പിച്ച മുൻ ധനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930. ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരാണ് മാതൃഭൂമി. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൽ പുതിയ പരിശീലനം. മനോലെ മാർപേസ്. ദേശീയ പതാക ദിനം ജൂലൈ 22. ഖാദർ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. 2024 ജൂലൈ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ: മാനന്തവാടി ജില്ലാ ആശുപത്രി, വയനാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം. അടുത്തിടെ കതരഗാമ എസാല ഉത്സവം ആഘോഷിച്ച രാജ്യം ശ്രീലങ്ക. കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26. റൊസാരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവ് അനിത ദേശായി. ജൂലൈ 2024 ജൂലൈ ഏഷ്യൻ പാരലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണേന്ത്യയുടെ ഉപമേഖലാ പ്രതിനിധിയാണ് ദീപ മാലിക്. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്യൂഫീൽഡ്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകനാണ് TV ചന്ദ്രൻ. റുവാൻഡയുടെ പ്രസിഡൻ്റായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെടുന്നത് പോൾ ഗാമെ. 2024 ജൂലൈ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹ മാധ്യമ Xൽ 10 കോടിയിലധികം ഫോളോവേഴ്സുള്ള ദേശീയ നേതാവാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയം വികസിത ഭാരതം. പുരപ്പുറ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയുടെ 3ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം കേരളം. ആദ്യ സ്ഥാനത്ത് ഗുജറാത്ത്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര. ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ ടെന്നീസ് താരങ്ങൾ ലിയാൻഡർ പേസ്, വിജയ് അമൃതരാജ്. ജനങ്ങളുടെ ചോദ്യവുമായി ഉത്തരം പറയുന്ന കെൻഡ്രോൺ നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടാണ് ഷെല്ലി. 2024 ലൊക്കാർണോ ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപാഡ് അവാർഡ് ലഭിച്ചത് ഷാരൂഖ് ഖാൻ. 2024 ജൂലൈ അന്തരിച്ച ജൈവകൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവന നൽകിയ ഗോത്ര കർഷകയാണ് കമല പൂജാരി. 2024 ജൂലൈയിൽ സർക്കാർ തൊഴിൽ മേഖലയിൽ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന രാജ്യം ബംഗ്ലാദേശ്. 2024 ജൂലൈയിൽ US-ലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് വിനയ് മോഹൻ ഗോത്ര. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തന പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധി. 2028 യൂറോ കപ്പിന് വേദി ബ്രിട്ടൻ, അയർലൻഡ്. ഹരിയാനയിലെ പൊട്ടാറ്റോ ടെക്നോളജി സെന്റർ
വികസിപ്പിച്ചെടുത്ത സങ്കരയിനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയി. ലിവിംഗ് ടുഗദറിനെ വിവാഹമായി പരിഗണിക്കാനാവില്ലെന്നും ഇത്തരം ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഗാർഹിക പീഡനമായി കരുതാനാവില്ല എന്നും വിധി പറഞ്ഞ കോടതിയാണ് കേരള ഹൈക്കോടതി. കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ജസ്റ്റിസ് N. അനിൽകുമാർ. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം മൗറീഷ്യസ്. കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. 99 വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമായാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100ാം വാർഷികം. 9ാമത് ഏഷ്യ കപ്പ് T20 വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി ശ്രീലങ്ക. 2024 ജൂലൈ അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ. ആത്മകഥയുടെ പേര് മയൂരശിഖ. 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഗുകേഷ് R. പ്രജ്ഞാനന്ദ. വേദി ബുഡാപെസ്റ്റ്. 16ാമത് ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശ സമിതിയുടെ കൺവീനർ ഡോക്ടർ പൂനം ഗുപ്ത. 2024 വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2024 വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം ജേതാവ് ബാർബറ ക്രെജിക്കോവ. വ്യവസായ നയത്തിൻ്റെ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ്. കെൻറോൾ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകൾ DG സ്മാർട്ട് ആൻഡ് കെല്ലി. MD വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള UGC പദ്ധതിയാണ് അസ്മിത. 2024 ജൂലൈ കൊതുകുകളിലൂടെയും മണൽ ഈച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്തിടെ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യമാണ് പെറു. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാർ, കിഴക്കൻ ചമ്പാരൻ ജില്ല. 2024 ജൂലൈ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള സംസ്ഥാനമാണ് കേരളം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്? 100 രൂപ. മണ്ടേല ദിനം ജൂലൈ 18. നെൽസൺ മണ്ടേല ആത്മകഥ ലോങ് വാക്ക് ടു ഫ്രീഡം. രാമസേതുവിൻ്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം പുറത്തിറക്കാൻ ISRO സഹായിച്ച നാസയുടെ ഉപഗ്രഹമാണ് ICSat-2. ലോകത്തെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആറ്റൂർ സന്തോഷ് കുമാർ. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏത് ജീവി വർഗത്തിൽപ്പെടുന്നു? പാമ്പ്. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കാൻ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതി ഏതാണ്? അരികെ. 2024 ജൂലൈ അന്തരിച്ച അരോമമണി എന്ന M. മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ. പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ 1ാമതെത്തിയ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രമാണ് മോസ്കോ ടൈംസ്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ധാർ. 2024 ജൂലൈ ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ 5 വർഷം തടവും 20,000 രൂപ വരെ ശിക്ഷയും ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. നേപ്പാൾ പ്രധാനമന്ത്രിയായി 4ാം തവണയും അധികാരമേറ്റത് KP ശർമ്മ ഓലി. അന്താരാഷ്ട്ര
കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് പുലിക്കയം, കോടഞ്ചേരി, കോഴിക്കോട്. അന്താരാഷ്ട്ര നീതിന്യായ ദിനം ജൂലൈ 17. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിയമിതനായത് ജസ്റ്റിസ് നിതിൻ ജംദാർ, മഹാരാഷ്ട്രക്കാരനാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് 2024 ജൂലൈ 11. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് മഞ്ചേരി. 2023 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറി ചെയർമാനായി നിയമിതനായത് സുധീർ മിശ്ര. 2024 ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടി വേദിയാകുന്നത് ന്യൂഡൽഹി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 30ാമത് ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത് ഒരുക്കുന്ന ബഷീർ മ്യൂസിയത്തിൻ്റെ പേരാണ് മതിലുകൾ. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിൽ തരിശു ഭൂമിയിൽ കൃഷി സൗകര്യം ഒരുക്കുന്ന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് നവോത്ഥാൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഗൗതം ഗംഭീർ. ഭരണഘടന ഹത്യ ദിനം, അതായത് സംവിധാൻ ഹത്യ ദിവസ് ജൂൺ 20.